അവള് പോടാ മോനെ, അവള് ഈ കല്യാണ തലേന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ വിചാരിച്ചുള്ള. എങ്ങനെ വിഷമിക്കാതെ ചേട്ടാ, ജ്യോതി അതൊക്കെ പ്രോബ്ലം ഉണ്ടായാലും സൊല്യൂഷൻ ഉണ്ട്, ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ചേട്ടാ ചേച്ചി കൊണ്ട് വിളിച്ചാണ്. ഏടിയേ ഇങ്ങോട്ടിറങ്ങി വാടിയേ. ചേച്ചി വന്നില്ല, ചേച്ചിക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ ചേച്ചി, ഇങ്ങനെ വിഷമിക്കല്ലെന്ന്. എന്തിനാണ് വിഷമിക്കണത്? എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട്, ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പം തന്നെ ചേച്ചിയും ചേട്ടനും കൂടെ വിചാരിച്ച ഒരു കൊച്ചിനെ ഉണ്ടാക്കണം, എന്നിട്ട് അതിനെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് അതിനെ കല്യാണം കഴിച്ചു വിടണം. അതൊരു പെങ്കൊച്ചാണെങ്കിൽ അതും പോസിറ്റീവാണ് അല്ലേ ചേച്ചി? അല്ല, അവൻ പറഞ്ഞതിൽ ഒരു കാര്യമില്ലേ? മനുഷ്യ ആദ്യം പോയതിനെ കണ്ടുപിടിച്ചുണ്ടോ, ഇതിൽ നമ്മൾ പോയി ഉണ്ടാക്കാൻ ആലോചിക്കാം. അയ്യോ, ഒരു കാലമാണ് എന്റെ മാല അടിച്ചോണ്ട് പോയോ. അയ്യോ, എന്റെ മാല. ചേച്ചി ചേച്ചി എനിക്ക് അറിയണം. ഒരു കാലമാണ് എന്റെ മാല അടിച്ചോണ്ട് പോയോ. ചേച്ചി ഇതിനാണ് കരയണത്. ചേച്ചി ലോകത്ത് എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്, ഇതിനുണ്ട്. ചേച്ചി ഒന്ന് ആലോചിക്കണം, ലോകത്ത് കയ്യില്ലാത്തവരില്ലേ, കാലില്ലാത്തവരില്ലേ, അവർക്ക് എന്തോരം വിഷമിക്കണമായിരിക്കും. ഇത്രയ്ക്കൊന്നുമില്ല ചേച്ചി, ഒരു മാലയല്ലേ പോയുള്ളൂ, ഒരു മാല പോയാൽ 10 മാല മേടിക്കാം. പോസിറ്റീവായിരിക്കണം അല്ലേ? എന്റെ മക്കൾ എനിക്കൊരു മാല വാങ്ങിച്ചോ. ഒരു മാലയുടെ കാര്യമില്ല. സുഹൃത്തെ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ല. അല്ല, എന്തോ വിഷമമുണ്ട്. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തുറന്നു പറയണം, തുറന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ വിഷമം പാതി കുറയും. ചേട്ടാ, ഞാൻ ഒരു ഗേ ആണ്. അയ്യ, എത്ര ഉള്ള എടാ, ഈ ലോകത്ത് ദൈവം എല്ലാരും ക്രിയേറ്റ് ചെയ്തിരിക്കണം യുണീക്ക് ആയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും അവരുടെ സ്വഭാവ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഇവിടുത്തെ സമൂഹം അത് അംഗീകരിക്കുന്നില്ലെങ്കിലും അംഗീകരിക്കുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിപ്പം ഈ ഒരു പ്രോബ്ലം എടുക്കണ്ട, ഇവിടെ അംഗീകരിക്കും. ഒരു പോസിറ്റീവായിട്ടിരി, നിന്റെ ഒരു കുറവല്ല, അതൊരു കൂടുതലാണ്. എന്നെ ഇത്രത്തോളം മനസ്സിലാക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചേട്ടാ. ഈ സമൂഹം എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ചേട്ടൻ എന്നെ അംഗീകരിക്കണം. വാ ചേട്ടാ. ചുമ്മാ വാ ചേട്ടാ.